ഹായ് ഫ്രണ്ട്സ്, അതുപോലെ രാവിലെ ഞാനും വൈഫും നടക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്നാൽ ഞാനും എൻ്റെ വൈഫും നമ്മുടെ വീട്ടിൽ ചെറിയ ഗാർഡനുണ്ട്. ഗാർഡനിലുള്ള ചെടികളുടെ പരിചരണവും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയൊക്കെയാണ് പതിവ്. ഇന്ന് എൻ്റെ ടെറസിൽ ഫ്ലവർ ബെഡിൽ കുറച്ച് കുറ്റിമുല്ല ചെടികൾ നട്ടിരുന്നു. അത് പൂത്ത് കഴിഞ്ഞു നിൽക്കുകയാണ്. അത് പ്രൂണിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു വീഡിയോ ആക്കി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചെടികളാണ് പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യുന്നത്. മുല്ലപ്പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. മുല്ലച്ചെടി പൂത്തുലഞ്ഞ് നിൽക്കുന്നത് തന്നെ കാണാൻ സൗന്ദര്യമുള്ള ഒരു കാഴ്ചയാണ്. തലയിൽ ചൂടാൻ സ്ത്രീകൾക്ക് പൊതുവെ വളരെയധികം താല്പര്യമുള്ള പൂക്കളാണ്. ചെടികൾക്കും മരങ്ങൾക്കും അവരുടെ ശിഖരങ്ങൾ പ്രൂൺ ചെയ്തു വിടുന്നത് അവ കൂടുതൽ തളർക്കുന്നതിനും പൂവിടുന്നതിനും കായ്ക്കുന്നതിനും സഹായിക്കും. കൂടാതെ ചെടികൾക്ക് സന്തോഷകരമായ ഒരവസ്ഥയാണ് പ്രൂണിങ്. ഈ ചെടി മുല്ലവർഗത്തിൽപ്പെട്ട കുറ്റിമുല്ല ചെടിയാണ്. വളരെയധികം വളർന്ന് പന്തലിക്കുന്ന ചെടിയല്ല. ഈ ചെടികൾക്ക് ഏകദേശം 3 വർഷത്തെ പ്രായമെങ്കിലും കാണും. മുല്ലവർഗത്തിൽപ്പെട്ട ചെടികൾക്ക് വളരെ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രൂൺ ചെയ്ത് തളിർക്കുന്നതുവരെ 2 നേരം വെള്ളമൊഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് 1 നേരം വെള്ളമൊഴിച്ചാൽ മതിയാകും. പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിന് ഇടയിൽ നിൽക്കുന്ന പാഴ്ചെടികൾ എല്ലാം വേരോടുകൂടി പിഴുത് കളയുകയും പിന്നെ അതിൻ്റെ ഇടയൊന്ന് കിളച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിനിടയിൽ വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾക്കിടയിൽ ഔഷധ ഗുണമുള്ള ഈ ചെടിയുണ്ട്. ഇത് കിഴാനെല്ലിയാണ് ഇതിൻ്റെ പേര്. പണ്ടുകാലങ്ങളിൽ കുപ്പിച്ചില്ലുകൾ കൊണ്ട് മുറിയുമ്പോഴും ഈ കിഴാനെല്ലി അരച്ച് കെട്ടാറുണ്ട്. കൂടാതെ മഞ്ഞുനോവിനും ഈ കിഴാനെല്ലി തേങ്ങാപ്പാലിൽ അരച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ അവിടെ ഇഷ്ടം പോലെ കിഴാനെല്ലി ഇതുപോലെ പൊടിച്ചു വരും. കുറേ കാലം നിർത്തിയിരിക്കും, പിന്നെ നമ്മൾ അത് പിഴുത് കളയും. പ്രൂണിങ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ശകലം എല്ലുപൊടി ഇടുന്നത് നന്നായിരിക്കും. എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട് പിന്നെ വാങ്ങിച്ചിടുന്നതാണ്. ഇപ്പോൾ അല്പം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ ലൈറ്റിൻ്റെ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.